ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ് വരാൻ പോകുന്നത്. 91.45 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ പ്രീ മാർക്കറ്റ് ക്ലോസിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ലെവൽ 23,925 ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 23,904.80 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. 23,800 ലെവലിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 925 ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു ബൈയിങ് പ്രഷർ വരുമോ നമുക്ക് നോക്കാം. അതിനുള്ള ചാൻസസ് ഉണ്ട്. 875 ഒരു സപ്പോർട്ട് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 23,875, 23,800 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ 23,800 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽ. $23,950 അല്ലെങ്കിൽ 23,900 കോൾ ഓപ്ഷൻ ട്രേഡിംഗ് അറൌണ്ട് 145. അതുപോലെ തന്നെ നെക്സ്റ്റ് 23,850 കോൾ ഓപ്ഷൻ ട്രേഡിംഗ് അറൌണ്ട് 170. ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസും കോൾ സൈഡായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 23,950 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൌണ്ട് 170. അതുപോലെ തന്നെ 23,900 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൌണ്ട് 145. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസാണ് പുട്ട് ഓപ്ഷനിൽ വരുന്നത്. ഒരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 23,875, 23,876.20 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ലോ നിഫ്റ്റിയിൽ. എന്തായാലും ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഡയറക്ഷണൽ കൺഫർമേഷന് വേണ്ടി. അതുപോലെ തന്നെ അതിനുശേഷം എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ അതുവരെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 23,925 ലെവൽ ബ്രേക്ക് ചെയ്താണ് ഓപ്പൺ ചെയ്തതെങ്കിലും ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നു. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതുവരെയുള്ള ഡേ ഹൈ നോക്കുകയാണെങ്കിൽ 23,990.75 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോൾ ഓപ്ഷൻ എൻട്രി ഉണ്ട്. 23,900. $164 ആണ് നമ്മുടെ എൻട്രി. ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. $144 സ്റ്റോപ്പ് ലോസ്, 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആണ്.
യെസ് 165 വന്നിട്ടുണ്ട്. യെസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. $164 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 164 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു, അത് ആക്റ്റീവായി. 144 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ബൈയിങ് പ്രഷർ ഈ ഒരു ലെവലിൽ നിന്ന് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 178 ആണ് ടാർഗറ്റ്. ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ. $180 ആണ്, 178 180 ലെവലാണ് ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുമോ നമുക്ക് നോക്കാം. നമ്മൾ ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്തു. 160.5 എക്സിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി വരുന്നത് 136 ലെവലാണ്. ഓൾമോസ്റ്റ് ഡേ ലോ സപ്പോർട്ട് ലെവലാണ് നിഫ്റ്റിയിൽ, ഈ ഒരു 23,900 കോൾ ഓപ്ഷനിൽ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാം. ലിമിറ്റ് ഓർഡർ 136. ഇപ്പോൾ അത് 160 ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 136 ആക്റ്റീവ് ആവും, നമുക്ക് നോക്കാം. ഓക്കെ, $23,925 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ബൈയിങ് പ്രഷർ നേരത്തെ എടുത്ത എൻട്രിയിൽ നിന്ന് വന്നിട്ടില്ല. നമ്മൾ എക്സിറ്റ് ചെയ്തത് 160 ലെവലിലാണ്. അത് ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞു ഓൾറെഡി. 164 നമ്മളെടുത്താണ്. 20 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 144. ഇപ്പോൾ അത് 144 വന്നു കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത് 136 ഇപ്പോൾ 136 എൻട്രി ഓർഡർ എക്സിക്യൂട്ട് ആവുമോ നമുക്ക് വെയിറ്റ് ചെയ്യാം. 136 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ്സ് നോക്കുകയാണെങ്കിൽ $160 ലെവലാണ് ടാർഗറ്റ്. 160, അതുപോലെ തന്നെ 178. $24 പോയിൻറ്റ്സ് ഫസ്റ്റ് ടാർഗറ്റും 42 പോയിൻറ്റ്സ് സെക്കൻഡ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 പോയിൻറ്റ്സ് തന്നെയാണ് സ്റ്റോപ്പ് ലോസ്. ഡേ ലോ സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇന്നലെ നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു എക്സിറ്റ് ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ എൻട്രി ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവിടെ നിന്ന് ഒരു സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ ട്രേഡ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെയാണ് ഇന്നലെയും ആ ലെവൽ ബ്രേക്ക് ചെയ്തു. പക്ഷേ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് സെക്കൻഡ് ടാർഗറ്റ് വന്നെങ്കിലും നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല.
പക്ഷേ ഇന്ന് കൃത്യമായിട്ട് അത് ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ ആ ഒരു കോൾ ഓപ്ഷൻ ഡൗൺ ആവുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തു ആ ഒരു ലെവൽ. അതിനുശേഷം ആ ഒരു ലെവലിലേക്ക് റീടെസ്റ്റും വന്നു, സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 164-44 ലെവലിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 44 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 36 ലെവൽ ആക്റ്റീവ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അത് 143 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു 767 പോയിൻറ്റ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആവും. ഈ ഒരു ട്രേഡ് 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എടുക്കാം. ഇത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. 143 42 യെസ്. $41 എത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 പോയിൻ്റ് കൂടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആവും. 136 എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. ആക്റ്റീവായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. $136 ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ 116 സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. യെസ്, ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതും നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്, എക്സിറ്റ് ചെയ്തു. 2 ട്രേഡും നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതിലധികം പോയിൻറ്റ്സ് നമുക്ക് ലോസ് ആയിട്ടില്ല. 2 ട്രേഡിലും കൂടെ നമുക്ക് അറൗണ്ട് 5 പോയിൻറ്റ്സ് ആണ്, 6 പോയിൻറ്റ്സ് ആണ് ഓവറോൾ പോയിട്ടുള്ളത്. ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ അഗെയിൻ 925 ലെവൽ ബ്രേക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും 136 ലെവലും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി കൂടുതൽ ഡൗൺ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷനിലൊരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി 769 റുപ്പീസിൻ്റെ ലോസിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല എൻട്രീസ് പുട്ട് ഓപ്ഷനിലാണ് ഇനി ഞാൻ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മേ ബി ഒരു ബൈയിങ് പ്രഷർ 136 ലെവലിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് പുട്ട് ഓപ്ഷനിലൊരു പുൾ ബാക്ക് മാത്രമായിരിക്കും. അപ്പോൾ മേ ബി അത് 148 ആണ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ 136 നമ്മൾ എക്സിറ്റ് ചെയ്ത ട്രേഡിനകത്ത് ഇപ്പോൾ എക്സിറ്റ് ചെയ്ത ട്രേഡിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 148 ആണ്. സെക്കൻഡ് ടാർഗറ്റ് 160 ആണ്. എന്തായാലും 148 വരാൻ ചാൻസ് ഉണ്ട്. വന്നാലും നമുക്ക് കൂടുതൽ ഡൗൺ സൈഡ് പോകാനുള്ള ചാൻസസ് ആണ് മാർക്കറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ 2 ട്രേഡും ചെറിയ ലോസിൽ എക്സിറ്റ് ചെയ്തു. ഒരു 5-6 പോയിൻറ്റ്സിൻ്റെ ലോസ് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. 20 പോയിൻറ്റ്സിൻ്റെ റിസ്ക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് വന്നു. സെക്കൻഡ് ട്രേഡും ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി നമുക്ക് നോക്കാം. ഓക്കെ, നല്ലൊരു ഡൗൺഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 23,870 ലെവൽ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിൽ.
ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് 23,800 വന്നുകൊണ്ടിരിക്കുന്നത്. പുട്ട് ഓപ്ഷനിലൊരു എൻട്രി ഉണ്ട് 23,900 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ അത് 175 ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ എൻട്രി 154 അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡർ 154 പ്ലേസ് ചെയ്യാം. ഓർഡേഴ്സ് 154 2 ലോട്ട് 23,900 പുട്ട് ഓപ്ഷൻ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിസ്ക് കൂടി വരുമ്പോൾ ഒരു 20 പോയിൻ്റ് റിസ്ക് വരുന്നുണ്ട്. അപ്പോൾ 3.3K നെറ്റ് ലോസ്, മാക്സിമം ലോസ് എന്ന് വരാൻ സാധ്യതയുള്ളത്. ഈ ഒരു റിസ്ക് കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 22,600 2.6Kയും 770 നമ്മളിപ്പം ഓൾറെഡി വരുത്തിയിട്ടുള്ളൊരു ലോസും. അപ്പോൾ ആ 2 ട്രേഡും സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട് 100 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 136 എൻട്രി ചെയ്തു, 116 സ്റ്റോപ്പ് ലോസ്. അത് 116 ബ്രേക്ക് ചെയ്ത് 100 എത്തി. അതുപോലെ തന്നെ അതേ ട്രേഡ് തന്നെ നമ്മൾ 164 കയറി 144 സ്റ്റോപ്പ് ലോസ്, അതും സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അങ്ങനെയുള്ള എൻട്രീസ് നമുക്ക് ആ ഒരു എൻട്രി വളരെ അക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെയുള്ള ട്രേഡ്സ് എടുക്കാം. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് നല്ലൊരു ഡൗൺ ആണ് വരാൻ പോകുന്നതെന്ന്. അതേപോലെ തന്നെ ഈ ഒരു 136 എൻട്രി രാവിലെ തന്നെ ഉണ്ടായിരുന്ന ഒരു എൻട്രി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എൻട്രി കൂടി ഒന്ന് കൺസിഡർ ചെയ്യാൻ തന്നെ കാരണം. അതിനകത്ത് നമുക്കൊരു 3 പോയിൻറ്റ്സ്, അത് 4 പോയിൻറ്റ്സിൻ്റെ താഴെയാണ് നമുക്ക് ലോസ് ആയിട്ടുള്ളത് 2 ട്രേഡിലും. അപ്പോൾ അത് നല്ലൊരു എക്സിറ്റ് തന്നെയായിരുന്നു 2 ട്രേഡിലും. എന്തായാലും നമുക്ക് ഈ ഒരു പുൾ ബാക്കിന് ശേഷം കൂടുതൽ ഡൗൺ അല്ലെങ്കിൽ 23,800 ലെവലിലേക്ക് വരികയോ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു 770 റുപ്പീസ് ലോസോടുകൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതുവരെയുള്ള ഡേ ലോ 23,811.85 23,800 എത്തിയിട്ടില്ല. ഫുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടില്ല. 175 നമ്മൾ നേരത്തെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത്. അത് 175 ഡേ ഹൈ ആയിട്ടുള്ള 189.65 89.65 പോയി. അതിനുശേഷം ഇപ്പോൾ പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ലോ 165 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയൊരു 55 ഒരു 10 പോയിൻറ്റ്സ് കൂടെ താഴെ വന്ന് 54 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനിടയിലും കപ്പിൾ ഓഫ് എൻട്രീസ് ഉണ്ട്, പക്ഷേ ബെസ്റ്റ് എൻട്രി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി 160 ഒരു ബൈയിങ് പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ 154 വരുമെന്നാണ് എൻ്റെ ഒരു വ്യൂ. നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ട്രേഡിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു ട്രേഡ് കൃത്യമായിട്ടൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. ടാർഗറ്റ് 171 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ്. അപ്പോൾ ഒരു 16-17 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്. സെക്കൻഡ് ടാർഗറ്റ് ഒരു 190 ലെവലാണ്, ഡേ ഹൈ ലെവൽ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. 5 മിനിറ്റ് അപ്പോൾ നമുക്ക് നോക്കാം. ആക്റ്റീവ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു ഫുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ 57 എത്തി. ഓക്കെ, ഇപ്പോൾ ആക്റ്റീവ് ആവുമെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് 157 60 ബൈയിങ് പ്രഷറുണ്ട്. $60 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
54 നമ്മുടെ ഓർഡർ. ആക്റ്റീവ് ആവുമോ നോക്കാം. $60 ലെവലിൽ നിൽക്കുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് കാൻഡിൽ ഓപ്പൺ ചെയ്തു. യെസ്, 57 അഗെയിൻ. യെസ്, 57 വന്നു. 54 വരണം, നോക്കാം. യെസ്, 56. യെസ്, ആക്റ്റീവ് ആവാൻ പോകുന്നു. 54.15 ആണ് ലോ വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് നോട്ട് ആക്റ്റീവ്. വെയിറ്റ് ചെയ്യാം. $54.15 ആണ് ലോ വന്നിട്ടുള്ളത്. ഈ ഒരു മിനിറ്റിൽ ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു, നോക്കാം. യെസ്, ആക്റ്റീവായി. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. എക്സാക്ട്ലി 154 ആണ് ലോ വന്നിട്ടുള്ളത്. ആക്റ്റീവായി. ഇനിയൊരു ടാർഗറ്റിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ക്ലീൻ ട്രേഡ് ആണെന്ന് പറയാം. നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് 133, 134, 20 പോയിൻറ്റ്സ്. ഓക്കെ, 54 ബ്രേക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യണം. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി ആണെങ്കിൽ എന്തായാലും അത് ടാർഗറ്റിലേക്ക് വരും. 171 നോക്കാം. ബൈങ് പ്രഷർ, മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വരണം. യെസ് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പൊസിഷൻ നല്ല പ്രോഫിറ്റിലേക്ക് വന്നു, 60 വന്നു. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട്. 71 നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്നൊരു ബുക്കിംഗ് ചെയ്യാം 60. റിവൈസ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു അത്. അപ്പോൾ അത് 60 റെസിസ്റ്റൻസ് ഉണ്ട്. മേ ബി അത് ബുക്ക് ആവാൻ ചാൻസ് ഉണ്ട്. 60 ആയാലും കുഴപ്പമില്ല. 71 ആണ് ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 190. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ചെറിയൊരു ലോസിലായതുകൊണ്ട് അത് യെസ് ഡൺ. അപ്പോൾ നമ്മുടെ ട്രേഡ് 160 ബുക്കായിട്ടുണ്ട്. 59.60. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് 6 പോയിൻറ്റ്സ് ആണ്. 54 to 60 6 പോയിൻറ്റ്സ് ആണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 71 വരെ ടാർഗറ്റ് വെക്കാനുള്ള ഒരു ഇതിലല്ല നമ്മളുള്ളത്. ഓൾറെഡി നമ്മൾ ലോസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 54 നല്ലൊരു എൻട്രി ആയിരുന്നു. 60 എന്നുള്ളൊരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മേ ബി അവിടെ നിന്നൊരു റീടെസ്റ്റോ റിവേഴ്സലോ അല്ലെങ്കിൽ ലോവർ ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഒരുപക്ഷെ വന്നേക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു റിസ്ക് നമ്മളിപ്പം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും അഗെയിൻ കോസ്റ്റ് ഡേ ആണ് നമുക്ക്
കുഴപ്പമില്ല, നമുക്ക് എന്തായാലും 70 വരുമോ നമുക്ക് നോക്കാം. 71 അതുപോലെ തന്നെ 91 നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ ഈ ഒരു ട്രേഡ് നമുക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ പറ്റി. 70 വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 154 പെർഫെക്റ്റ് ആയിട്ട് അത് റെസ്പെക്ട് ചെയ്ത സ്ഥിതിക്ക് എന്തായാലും വരണം. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത സ്ക്വയർ ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ, ട്രേഡ് ആക്റ്റീവായിട്ടുള്ള വീഡിയോസിലൊന്നും തന്നെ അതിൻ്റെ ഒരു റിയൽ എക്സാമ്പിൾ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബ്രേക്ക് ചെയ്തു, നമ്മളത് എക്സിറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ടാർഗറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി അല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ്. ഇന്ന് 2 ട്രേഡിലും ഫസ്റ്റ് ചെയ്തിട്ടുള്ള 2 ട്രേഡിലും കാണാം. ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്തത് 164-ൽ 160-ൽ എക്സിറ്റ് ചെയ്ത ഒരു 3.5 പോയിൻറ്റ്സിൻ്റെ ലോസാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അഗെയിൻ നമ്മൾ 136-ൽ കയറി 133-ൽ അതിൽ വളരെ ചെറിയൊരു അറൗണ്ട് 3 പോയിൻറ്റ്സിൻ്റെ ലോസാണ് വന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമ്മൾ 154-ൽ പുട്ട് ഓപ്ഷൻ കയറി 160-ൽ നമുക്ക് 6 പോയിൻറ്റ്സ് പ്രോഫിറ്റേ കിട്ടിയുള്ളൂവെങ്കിലും ആ ഒരു ട്രേഡ് നമ്മൾ ചെയ്ത് ഈ ഒരു ലോസ് റിക്കവർ ചെയ്തു. ലോസ് എന്ന് പറയാൻ നമുക്ക് ആകെ 5 പോയിൻറ്റ്സ് 6 പോയിൻറ്റ്സേ ലോസ് വന്നിട്ടുള്ളൂ, എങ്കിലും അത് നമ്മൾ റിക്കവർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ട്രേഡ് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. നോക്കാം, ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്ന ട്രേഡ്സ് വരും. നമുക്കതിനായിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം. വളരെ പേഷ്യൻസോടുകൂടി തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീക്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ട്രേഡ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നമുക്ക് കുറേ നോ ട്രേഡ് ഡേ ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇന്നും അതുപോലെ തന്നെ ഇന്നലെയാണ് നമ്മൾ കോസ്റ്റിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ പ്രോഫിറ്റ് ഡേയ്സും വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം, വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു സിസ്റ്റം പ്രകാരം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ നമുക്കറിയാം ഡയറക്ഷണൽ ട്രേഡ്സും ട്രെൻഡിങ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 10-20 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പേഷ്യൻസ് നമ്മൾ കാണിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ കോസ്റ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നോക്കാം. $23,807.20 ആണ് ഇതുവരെയുള്ള ഡേ ലോ. വീണ്ടും ഡേ ലോയിലേക്ക് വന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ അവസാനമായിട്ട് എടുത്തിട്ടുള്ള എൻട്രി മറ്റ് ട്രേഡ്സ് ഒന്നും വേറെ ചെയ്തിട്ടില്ല. 154-ൽ എടുത്ത എൻട്രി നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് 171 ആണ്. 171 വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എൻട്രിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് 154-ൽ നമ്മൾ എൻട്രി ചെയ്തു, 160-ൽ ഒരു റെസിസ്റ്റൻസിൻ്റെ ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തു. അതിവിടെ കാണാം 159, 160 സ്റ്റോപ്പ് ലോസ് ലിമിറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്ന ലോസ് റിക്കവർ ചെയ്തു. 780 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ആ ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡിൽ. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 11:45 മുതൽ 1:40 നമ്മൾ ട്രേഡ് എടുത്തത്. 1:40 മുതൽ 2:20 വരെ ഏകദേശം ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്, ഒരു മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിൽ നിന്ന് പെട്ടെന്ന് ഒരു ഡൗൺ വരുന്നതാണ് ചെയ്തത്. 130 ലെവലിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. മേ ബി അത് രാവിലെ വന്നിട്ടുള്ള ആ ഒരു ലോ ആണ്. ഡേ ലോ ലെവൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലെ ലോ നോക്കുകയാണെങ്കിൽ 875 ലെവലാണ്. ഇവിടെ കാണാം 875. ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്നും പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പം 154-ൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 60-ൽ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ 154 ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാകും കോസ്റ്റിലോ മറ്റും. അപ്പോൾ അതിന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു എക്സിറ്റ് ചെയ്യാൻ. പക്ഷേ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരും എന്നുള്ള വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എൻട്രിയുടെ ഒരു പ്രോബ്ലം കൊണ്ടാണത്. എഗെയിൻ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ, അതായത് ഇന്നത്തെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലെ ലോ, അതുവരെ ഉണ്ടായിരുന്ന ഡേ ലോ, ആ ലെവൽ ബ്രേക്ക് ചെയ്ത് നേരെ താഴേക്ക് വരികയാണ് ചെയ്തത് ആദ്യം തന്നെ. അപ്പോൾ ഈ ഒരു
ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാം. ഡേ ഹൈ ഈ ഒരു മൊമെൻറ്റം തുടങ്ങിയത് ഏകദേശം ഒരു 12 മണിക്ക് ശേഷം കണ്ടിന്യൂസ് ആയി ഡൗൺ ആയി. എന്നിട്ട് ആ ലെവൽ റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഡേ ലോയിലേക്കാണ് ഫോൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫോൾ ആവും എന്നുള്ളൊരു ഡയറക്ഷൻ്റെ ഒരു വ്യൂ കൃത്യമായിരുന്നു. അതുപോലെ തന്നെ 870 ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്. 870 ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ 800 ആണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് വന്നു. എഗെയിൻ 870ലേക്ക് വന്നു, അല്ലെങ്കിൽ 870 890 ലെവലിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്നും 800 ലെവലിൽ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ലെവലിലേക്ക്, ഡേലോ ലെവലിലേക്ക് ന്യൂ ഡേലോ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ 3 ട്രേഡും ഇന്ന് സ്റ്റോപ്പ് ലോസ് ആണ്. ശരിക്കും കോൾ ഓപ്ഷനിൽ 2 എണ്ണവും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനിൽ 1. പക്ഷേ അത് 3 നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സാധിച്ചു. നമുക്ക് പുട്ട് ഓപ്ഷൻ ട്രേഡ് മാത്രമാണ് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നത്. കോൾ ഓപ്ഷനിൽ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ലോസ് തന്നെ വരും. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനിലും ആ എൻട്രി കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എൻട്രിയിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 6 പോയിൻറ്റ്സ് അത് റിക്കവർ ചെയ്തു. അതിലേക്ക് നമുക്ക് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും 3ാമത്തെ ട്രേഡ്. അതുപോലെ തന്നെ മറ്റൊരു എൻട്രി അതിൻ്റെ താഴെ ഒരു നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എൻട്രി നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റി, കോസ്റ്റിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. 3 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ട്രേഡ്സ് വരും ദിവസങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. നാളെ ഒരു ദിവസം കൂടി ഈ വീക്കിൽ ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഇതേപോലെ വളരെ പേഷ്യൻസോടുകൂടി ട്രേഡ് ചെയ്യാം. തുടർന്ന് വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സിസ്റ്റം കൃത്യമായി ഫോളോ ചെയ്ത് പോവാം. ട്രേഡ്സ് ഉള്ള ദിവസം നമുക്ക് ചെയ്യാം, അല്ലാത്ത ദിവസം ട്രേഡ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക. ട്രേഡ്സ് വരികയാണെങ്കിൽ ചെയ്യാമെന്ന് മാത്രമല്ലാതെ നമുക്ക് ചാടിക്കയറി എടുക്കുന്ന എൻട്രീസ് അല്ലെങ്കിൽ മൊമെൻറ്റം കണ്ടിട്ട് അതിൻ്റെ പുറകെ എടുക്കുന്ന എൻട്രീസ്, അങ്ങനെയുള്ള എൻട്രീസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.